ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഒരു സിമ്പിളായിട്ടുള്ള സാമ്പാർ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ കപ്പിൽ ഒരു കപ്പ് തുവരപ്പരിപ്പ് എടുത്ത് കഴുകി കുക്കറിലിട്ടു. ഒരു കഷ്ണം കായം, കട്ടക്കായാണ് ഞാൻ പരിപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് പരിപ്പ് ആദ്യം വേവിക്കാൻ വെക്കാം. നമുക്ക് കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. ഒരു 4 കഷ്ണം മുരിങ്ങക്കായും, ഒരു 4 വെണ്ടക്കായും, 2 തക്കാളിയും, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ഞാൻ പരിപ്പും വേവിക്കാൻ വെച്ചു. പരിപ്പ് വെന്തു തോന്നുന്നു. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇതാ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. പരിപ്പൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ കുമ്പളങ്ങ അരിഞ്ഞതും തക്കാളി അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുക്കർ അടച്ച് ഒരു വിസിൽ കൊടുക്കാം. ഒരു വിസിൽ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വെണ്ടക്കായ കഷ്ണങ്ങളൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെണ്ടക്കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ നൂലൊക്കെ പുറത്ത് വരും. അതിന് ശേഷം അത് ഡ്രൈ ആയി കിട്ടും. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടക്കായ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടക്കായ വാങ്ങിയെടുക്കാം. വെണ്ടക്കായ വാങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ മുരിങ്ങക്കായ കുക്കറിലിട്ടിട്ടില്ല. അപ്പോൾ മുരിങ്ങക്കായ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. ആ സമയത്ത് നമുക്ക് പുളി വെള്ളത്തിലിട്ട് ഇടാൻ മറന്നുപോയി. അപ്പോൾ പുളി ഒരു നെല്ലിക്ക പാകത്തിന് പുളി വെള്ളത്തിലിട്ട് വെച്ചു. അത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ മുരിങ്ങക്കായ തയ്യാറായി വെന്തിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കുക്കറിൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തു. നമ്മളതിലേക്ക് വേവിച്ച് വെച്ച് മുരിങ്ങക്കായ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളി നല്ലോണം തിരുമ്പിയിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ തക്കാളി 2 ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പുളി ഒഴിക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലോണം തിളച്ചു. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ വെണ്ടക്കായ വഴറ്റി വെച്ച് ഇട്ട് കൊടുത്തിട്ടില്ല, അത് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം തിളച്ച് വെണ്ടക്കായയിൽ ആ പുളിയും ഉപ്പൊക്കെ നല്ലോണം പിടിക്കണം. അതുവരെ ഒരു 5 മിനിറ്റ് നമുക്ക് നമ്മുടെ സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കണം. നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മസാല ചേർക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ചു, നല്ലോണം തിളച്ച് വറ്റി നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിടാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി 2-3 മണി നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു 2 ഉണക്കമുളക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ കറിവേപ്പില നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നല്ല മുളക് പൊടി 1 സ്പൂൺ നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കഷ്ണം പരിപ്പിൽ ചേർത്തിട്ടുണ്ട്. എങ്കിലും ഒരു മണത്തിന് വേണ്ടിയിട്ട് ഈ മസാലയിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തു. നല്ലോണം ഇളക്കി മസാല മൂക്കുന്ന വരെ ഇളക്കി കൊടുക്കണം. നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ എന്താ അറിയുക, ഈ മസാല പെട്ടെന്ന് കരിയും. അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 സ്പൂൺ ഒഴിച്ചാൽ മതി. എന്നിട്ട് ആ മസാല ഒന്ന് തിളച്ച് വരില്ലേ, അപ്പോൾ നമുക്ക് അത് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നല്ലോണം തിളച്ചു, എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം തിളപ്പിക്കണം സാമ്പാർ. ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് തീ മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നല്ലോണം തിളയ്ക്കണം. ഈ സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ വറ്റി നല്ല കൊഴുപ്പായി വന്നിട്ടുണ്ട്, നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം തിളയ്ക്കുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഞാനത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടോ. ഊണിന് കഴിക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് എഴുതുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.